വേഷം കണ്ടാൽ അറിയാം രാജ്യദ്രോഹികളെ എന്ന് ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതിനോടാണ് സജി ചെറിയാൻ്റെ മലപ്പുറം കാസർഗോഡ് പരാമർശത്തെ ആളുകൾ ചേർത്ത് വയ്ക്കുന്നത്. ഇതിലെത്രമാത്രം ശരിയുണ്ട്? സജി ചെറിയാൻ്റെ ഈ പരാമർശം വന്നതിന് പിന്നാലെ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രസിഡന്റ് VS ജോയ് മലപ്പുറം ജില്ലയിലെ ജനപ്രതിനിധികളുടെ ഒരു സ്റ്റാറ്റസ് പുറത്തുവിട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളെത്ര, ലീഗിൻ്റെ ജനപ്രതിനിധികളെത്ര, അതിൽ മുസ്ലിങ്ങളെത്ര, അമുസ്ലിങ്ങളെത്ര എന്ന ഒരു കണക്ക് VS ജോയ് പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ ആ കണക്ക് ഒന്ന് വായിക്കാം. മലപ്പുറത്തെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ആകെ 666. അതിൽ അമുസ്ലിം സഹോദരങ്ങൾ 319 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതി. മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ ആകെ 1456. അതിൽ അമുസ്ലിം സഹോദരങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച അമുസ്ലിം സ്ഥാനാർത്ഥികൾ 153. ഈ കണക്കാണ് VS ജോയ് പറഞ്ഞു വയ്ക്കുന്നത്. അതേസമയം മറ്റൊരു കണക്ക് പുറത്തു വരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് CPM തന്നെ മത്സരിപ്പിച്ച ഏതാണ്ട് 22 മുസ്ലിം സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് അതിൽ വരുന്നത്. ഇത്തരമൊരു ചർച്ച സാംസ്കാരിക കേരളത്തിൽ, രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു വരുന്നത് എത്രമാത്രം നല്ലതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഇങ്ങനെയൊരു ചർച്ച വരുന്നു? 10 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടം ചർച്ച ചെയ്യാൻ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ്, എസ്പെഷ്യലി ഇടതുപക്ഷത്തിന് പൂർണ്ണമായി പറയാൻ പറ്റില്ല, CPMൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു കാഴ്ചപ്പാട് വരുന്നത്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത കണ്ടു. അതായത് ബാലനും അതുപോലെ തന്നെ ബാലനെ നേരത്തെ തന്നെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സജി ചെറിയാൻ വന്ന വളരെ വിസ്ഫോടനാത്മകമായിട്ടുള്ള ഒരു പ്രസ്താവനയെ CPM ഹോണർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ CPM ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതിന് പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരണം എന്നാണ് അതിൽ പറയുന്നത്. പിണറായി വിജയനാണ് ആദ്യം മലപ്പുറത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള വിദ്വേഷജനകമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ വരുന്ന സ്വർണം അത് കള്ളക്കടത്താണ്. ആ കള്ളക്കടത്ത് ഉപയോഗിക്കുന്നത് തീവ്രവാദികളാണ് എന്നുള്ള അർത്ഥത്തിൽ മലപ്പുറത്താണ് ആ എയർപോർട്ട് എന്നുള്ളതിൻ്റെ പേരിൽ മലപ്പുറത്തിൻ്റെ ആകെ ജനങ്ങളെ അതുപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരാണ് എന്ന് ആക്ഷേപിച്ചയാളാണ് പിണറായി വിജയൻ. അങ്ങനെയൊരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും എന്ന് കരുതുന്നത് മൗഢ്യമാകും. കാരണം ഇതിൻ്റെ എല്ലാം ആശാൻ സാക്ഷാൽ പിണറായി വിജയനാണ്. അതിൻ്റെ പിൻപാട്ടുകാരാണ് സജി ചെറിയാനും AK ബാലനും ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നറിയാത്തവരാരെങ്കിലും കേരളത്തിലുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ചിന്തയിലേക്ക് CPMനെ നയിക്കാൻ കാരണം? ഒന്ന്, ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 1995 പഞ്ചായത്ത് രാജ് നിയമപ്രകാരം വളരെ ശക്തമായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് എന്നുള്ള നിലയിൽ ഒരു ഗവൺമെൻറ്റായി തന്നെ ഫങ്ഷൻ ചെയ്യാവുന്ന ഫണ്ടും അധികാരങ്ങളും ഒക്കെയുള്ള പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് മിക്കവാറും എല്ലായ്പ്പോഴും കേരളത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്നത്. ആ മേൽക്കൈയാണ് ഈ 2025 നടന്ന തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു പോയത്. 2010 ഒരല്പം മെച്ചപ്പെട്ട പ്രകടനം UDF നടത്തിയ കാര്യം ഞാനിവിടെ വിസ്മരിക്കുന്നില്ല. പക്ഷേ അതിനുശേഷവും 2025 വരെയും അപ്രമാദിത്വം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ CPMന് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് പ്രാദേശിക തലങ്ങളിൽ കൂടുതൽ സംഘടനാ സംവിധാനവും കൃത്യമായിട്ടുള്ള പ്രവർത്തനവുമൊക്കെയുള്ള ഒരു മുന്നണിയാണ്, പാർട്ടിയാണ് എന്നതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിയുന്നത് എന്നാണ്. എന്നാൽ ഈ പാറ്റേണിലല്ല പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നൊക്കെയായിരുന്നു രാഷ്ട്രീയ വിശാരദന്മാർ ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിരുന്നത്. എന്താണ് കഴിഞ്ഞ 2 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലെ ജനവിധി? പൂർണ്ണമായും മൃഗീയമായും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നൽകുന്നവയാണ്. എന്നാൽ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കാര്യം എന്താണ്? അത് മൃഗീയമായ ഭൂരിപക്ഷം CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയന് നൽകിയ തരത്തിലാണ് ആ ഫലമുണ്ടായത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? കേരളം 3 വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പുകളിൽ 3 തരത്തിൽ വോട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിരുന്ന സ്ഥാനത്ത് നിന്ന്
ഈ UDFന് അനുകൂലമായിട്ടുള്ള ഒരു പ്രവണത കേരളത്തിൽ കടന്നു വന്നതായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിയ സമഗ്രമായി കേരളത്തിലുടനീളം ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല നേടിയ വിജയത്തെ വ്യാഖ്യാനിക്കുന്നതിനു പകരം അതിനെ മതപരമായ ഒരു കൺസോളിഡേഷൻ UDFന് അനുകൂലമായി നടന്നു എന്ന് ചുരുക്കി കാണാനാണ് CPM തയ്യാറാകുന്നത്. ഈ ചർച്ച ആരംഭിച്ചത് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമല്ല. അത് കുറെ കൂടി പുഷ്കലമായതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കാണുന്നത്. ചർച്ച യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്, 2024. കാരണം 18 സീറ്റ് ഐക്യജനാധിപത്യ മുന്നണി നേടി. LDFൻ്റെ വോട്ടുകളിൽ വൻതോതിൽ ചോർച്ച വന്നു, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും. ഇവിടെ വെച്ചാണ് CPM അവരുടെ നിലപാടിൽ ഒരു റിവ്യൂ നടത്തുന്നത്. അവർ നടത്തിയ പഠനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ കണ്ടെത്തൽ അല്ലെങ്കിൽ അവരെത്തിച്ചേർന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു കൺസോളിഡേഷൻ, ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ UDFന് അനുകൂലമായി സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആവർത്തിച്ച് സംഭവിക്കാനിടയുണ്ട് എന്നതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM എടുത്തു പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പാറ്റേൺ മാറ്റുന്നു, അല്ലെങ്കിൽ ആ അടവ് മാറ്റുന്നു. അങ്ങനെയാണല്ലോ CPM ഭാഷ. ആ അടവ് മാറ്റി ഇനി ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഈ തീരുമാനത്തിൻ്റെ ബാക്കിയാണ് പിണറായി വിജയൻ മലപ്പുറത്തെ ഊന്നിക്കൊണ്ട് പറഞ്ഞു തുടങ്ങിയ വിദ്വേഷ പ്രസ്താവനകൾ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പിൻപാട്ട് മാത്രമാണ് AK ബാലനും അതുപോലെ തന്നെ സജി ചെറിയാനും ഒക്കെ പാടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ഇടത് വലത് മുന്നണികൾക്കിടയിലായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇടത് മുന്നണിയുടെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ മികവ് കൊണ്ടോ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മോശത്തരം കൊണ്ടോ അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഐക്യമുന്നണി നടത്തുന്ന വമ്പിച്ച പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ മോശമായതുകൊണ്ടോ ഒന്നുമല്ല സംഭവിക്കുന്നത്. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആരാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈം ലൈറ്റിൽ വരുന്നത്? അവിടെ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ്. കാരണം അവിടെ നേരിടേണ്ടത് NDA, BJP നേതൃത്വം കൊടുക്കുന്ന NDA ആണ്. അതിന് പ്രാപ്തരായവർ ദേശീയ തലത്തിൽ ആരാണ് വരേണ്ടത്? സാധ്യതയുള്ളത് ആർക്കാണ്? UPAക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കേരളത്തിൽ UDF ആണ്. അതിൽ LDFന് വലിയ റോളില്ല എന്ന് കേരളം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ NDAയെ പരാജയപ്പെടുത്താനുള്ള വോട്ടുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് വീഴുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ കേരളം ചിന്തിക്കുന്നു, കേരളം തീരുമാനിക്കുന്നു. അതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അതേസമയം കൊമ്പും കുലുക്കി വരുന്ന BJP, വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടാണ് BJP കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റുമായി വരുമ്പോൾ പല മണ്ഡലങ്ങളിലും BJP പിടിച്ചെടുക്കുമെന്നുള്ള തരത്തിലുള്ളൊരു പ്രൊപ്പഗണ്ട അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മൈനോറിറ്റി മനസ്സ് ഈ തരത്തിലുള്ളൊരു കൺസോളിഡേഷനിലേക്ക് പോവുകയും ആ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം പോലും CPMന് ഉണ്ടാകാതെ പോയി. 2016 നിന്ന് 2021 വന്ന ഗവൺമെൻറ്റിൻ്റെ ഏതോ അനിതര സാധാരണമായ മികവ് കൊണ്ടാണ് തങ്ങൾക്ക് തുടർഭരണം കിട്ടിയത് എന്നാണ് CPMൻ്റെ അണികളെ പറഞ്ഞ് അവർ വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ അതായിരുന്നില്ല കാരണം എന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല എന്നതാണ് വസ്തുത. അപ്പോൾ തങ്ങളുടെ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്, തങ്ങളുടെ മികവിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തുടർഭരണം തങ്ങൾക്ക് കിട്ടിയത് എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഭരണമികവ് കൊണ്ട് വോട്ട് പിടിക്കാൻ CPM തയ്യാറാകാത്തത്? അവർ യാഥാർത്ഥ്യം ഇപ്പോൾ തിരിച്ചറിയുന്നു. ഇടതുപക്ഷം എപ്പോഴും അവകാശപ്പെട്ടിരുന്ന ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് തങ്ങളാണ് അവരുടെ സംരക്ഷകർ എന്ന് പറയുന്ന തരത്തിലുള്ള ആ സംരക്ഷണം എന്തുകൊണ്ടോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഫീൽ ചെയ്യാതെ പോയി. ഇപ്പോൾ അവർ യഥാർത്ഥത്തിലുള്ള സംരക്ഷകർ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയാണ് അതിശക്തമായിട്ടുള്ള പോരാട്ടം ഇത്തരത്തിൽ വർഗീയ ശക്തികൾക്കെതിരായിട്ട് നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം, കോൺഗ്രസിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരണം. കോൺഗ്രസ് ആണ് മതേതരത്വത്തിൻ്റെ കാവലാളായി രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നത് എന്ന ചിന്തയിലേക്ക് കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ കണ്ടല്ലോ, SIRനെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷം വലിയ തോതിൽ ശബ്ദമുയർത്തുന്നില്ല. PM ശ്രീ എന്ന് പറയുന്നത് ഒളിച്ചു കടത്തി. ഇതൊക്കെ ആക്ഷേപങ്ങളായിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് വന്നതാണ്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരിയെക്കുറിച്ച് ഒരക്ഷരം കേരളത്തിലെ നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ സോഫ്റ്റായ സമീപനം പിണറായി വിജയൻ സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം
എയറിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ തങ്ങളുടെ ഭരണത്തെ ഞെരുക്കുന്നു എന്ന തരത്തിൽ ഒരുതരം വിലാപം പോലെ പറയുകയല്ലാതെ അതിനെതിരായി ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭങ്ങളും കേരളത്തിൽ നടത്തി കണ്ടിട്ടില്ല. അപ്പോൾ എന്താവും ഇതിനുള്ള കാരണം? ഒരു കാരണമുണ്ടാകും. എന്തായാലും ബി ജെ പിക്കെതിരായി, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ഒരു സമരം ചെയ്യാൻ അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്താൻ, ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കാൻ എന്തടിസ്ഥാനത്തിലാണ് CPM ഇത്തരത്തിലൊരു മൃദു സമീപനം സ്വീകരിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ ആക്ഷേപത്തിൻ്റെ പല കാരണങ്ങളിലേക്ക് കടക്കുന്നത്. ഇവിടെ പല കഥകൾ വന്നു. വിമാനത്താവളത്തിലെ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണം കടത്തുന്നതിനെ സംബന്ധിച്ച് ഒക്കെ കഥകൾ വന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ് പ്രഭവ കേന്ദ്രമായി നടത്തിയ ഒരു സ്വർണ്ണക്കള്ളക്കടത്താണ്. അതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ കാര്യമാണ്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ, നമുക്കറിയാം, ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയൊക്കെ വേട്ടയാടുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുന്ന EDയും ഇൻകം ടാക്സും CBIയും ഒക്കെ കേരളത്തിലെത്തുമ്പോൾ നനഞ്ഞ പടക്കമായി മാറുന്നത് നമ്മൾ കാണുകയാണ്. കേരളത്തിൻ്റെ ആകാശവിധാനങ്ങളിൽ പാറിപ്പറന്ന കേന്ദ്രത്തിലെ പ്രീമിയർ ഏജൻസികളുടെ അന്വേഷണ സംവിധാനങ്ങളൊന്നും പിണറായി വിജയൻ്റെ സമീപത്തേക്ക് എത്തുമ്പോൾ അവരുടെ മുള്ളും മുനയും ഇല്ലാതായി പോകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ ഒരു നടപടിയും EDയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അങ്ങനെ നിരവധിയായ ആക്ഷേപങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികൾ സോഫ്റ്റായി പോയതിനെക്കുറിച്ച് വന്നിരുന്നു. അതുപോലെ സുരേന്ദ്രൻ ഉൾപ്പെട്ട കുഴൽപ്പണ ഇടപാട്, കള്ളപ്പണ ഇടപാട്, അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസ് FIR ഇട്ടെങ്കിലും ആ അന്വേഷണവും എങ്ങും എവിടെയും എത്തിയില്ല. അങ്ങനെയുള്ള ഒട്ടേറെ ആക്ഷേപങ്ങൾ പിണറായി വിജയനെതിരായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി സൂചിപ്പിക്കുന്നത് ഇത്തരമൊരു സോഫ്റ്റായിട്ടുള്ള സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമുയരുന്നു. അവിടെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കേസുകൾ ആവിയായി പോയത്. തൻ്റെ മകൾ ഒരു പണിയുമെടുക്കാതെ 2,72,00,000 രൂപ കരിമണൽ കർത്തയിൽ നിന്ന് വാങ്ങിയതായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ കണ്ടെത്തൽ വന്നത്. അതിനെ സംബന്ധിച്ചുള്ള SFIO അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ലാവ്ലിൻ കേസ് വളരെ കാലമായി ചർച്ച ചെയ്തതാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ, എനിക്കറിയില്ല 10-40 തവണയിലധികം CBIയുടെ അഭിഭാഷകന്മാർ കോടതിയിൽ കേസെടുക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഹാജരാകാതെ പോകുന്ന ഒരു സാഹചര്യം ഈ കാലയളവിലുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ശക്തമായി സംസാരിക്കുന്ന നിലയിലേക്ക് പിണറായി വിജയൻ്റെ നാവ് ഉയരാത്തതിന് പിന്നിലുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുമ്പോഴും അതിലൊരല്പം കഴമ്പില്ല എന്ന തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവുന്നുണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ അത്തരത്തിൽ ഭരണപരമായി ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ആക്ഷേപങ്ങളെ മറച്ചുവെക്കാൻ, അഴിമതി കഥകളെ മൂടിവെക്കാൻ, ഈ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ പഴിചാരിക്കൊണ്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസോളിഡേഷൻ തങ്ങൾക്കെതിരെ നടക്കുന്നു എന്ന ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് CPM ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന തരത്തിൽ, ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ, അവരെ അപരവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡുമായി മുന്നോട്ട് പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ തങ്ങളെ സഹായിക്കും എന്നാണ് അണികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഇത് പരോക്ഷമായി സഹായിക്കാൻ പോകുന്നത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുമായി കേരളം പിടിക്കാൻ വളരെ വർഷങ്ങളായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന BJPയെയാണ് എന്ന് CPMന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആഴത്തിൽ മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഭയപ്പെടുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട് എന്നതാണ് വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൻ്റെ ചിത്രം.